Hello students, welcome back to Plus 2 Economics Online Classroom. Theory of Consumer Behavior ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 2 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് സെഷൻ ആയിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 2 മാർക്കിനുള്ള 6ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഓഫ് എ കൊമോഡിറ്റി ഈസ് Q = 30 - 2P. ഒരു വസ്തുവിൻ്റെ ചോദന ധർമ്മം Q = 30 - 2P ആണ്. If it is a free good, quantity demanded would be. ഇതൊരു സൗജന്യ വസ്തുവാണെങ്കിൽ അതിൻ്റെ ചോദനത്തിൻ്റെ അളവ് എത്ര? അപ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ ചോദന ധർമ്മം തന്നിട്ടുണ്ട്. Q = 30 - 2P, 30 - 2P. ഓക്കെ, ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? ഗുഡ് ഫ്രീ ഗുഡ് ആണ്. ഇവിടെ തന്നിട്ടുള്ള സാധനം ഒരു സൗജന്യ വസ്തുവാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ചോദനം ചെയ്യുന്ന അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ഫ്രീ ഗുഡ് സൗജന്യമായിട്ട് കിട്ടുന്ന സാധനമാണ്. സൗജന്യമായിട്ടാണെങ്കിൽ നമ്മൾ അതിന് ക്യാഷ് കൊടുക്കണോ? വേണോ? വേണ്ട അല്ലേ? ഫ്രീ ഗുഡ് ആണ്, അതിന് ക്യാഷ് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര കാര്യം ചെയ്താൽ മതി. ഈ ഫംഗ്ഷനിൽ, അതായത് ഈ ഡിമാൻഡ് ഫംഗ്ഷൻ ചോദന ധർമ്മത്തിൽ പിയുടെ സ്ഥാനത്ത് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? പി എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്, വിലയാണ്. ഇവിടെ ഫ്രീ ഗുഡ് ആയതുകൊണ്ട്, സൗജന്യ വസ്തു ആയതുകൊണ്ട് അതിന് വിലയുണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് പി അവിടെ 0 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിക്കേ. ആൻസർ ഈസ് ഇഫ് ദി കൊമോഡിറ്റി ഈസ് എ ഫ്രീ ഗുഡ്, ദി പ്രൈസ് = 0. സൗജന്യ വസ്തുവാണെങ്കിൽ അതിൻ്റെ വില 0 ആയിരിക്കും. ഓർത്തു വെക്കണം. ദാറ്റ് ഈസ് Q = 30 - 2 × 0. അപ്പോൾ ഈ ഡിമാൻഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷനിൽ പിയുടെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 30 - 0 എത്രയാ? 30 ആണ്. അപ്പോൾ ഇവിടെ ഫ്രീ ഗുഡിൻ്റെ ഡിമാൻഡ് ചോദനം ചെയ്യുന്ന അളവ് എത്രയാ? 30 ആണ്. ഓക്കെ ആണല്ലോ? ഇതുപോലുള്ള ചോദ്യം എക്സാമിന് വരാറുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 7ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2 മാർക്കിനുള്ള ചോദ്യമാണ്. വെൻ ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് യൂണിറ്ററി. ചോദനത്തിന്റെ വില ഇലാസ്തികത യൂണിറ്ററി ആണെങ്കിൽ, അല്ലെങ്കിൽ ഏകാത്മക ഇലാസ്തിക ചോദനമാണെങ്കിൽ താഴെ 2 സബ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. സബ് ക്വസ്റ്റ്യൻ 1, നെയിം ദി ഷേപ്പ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ആ ചോദന വക്രത്തിന്റെ ആകൃതി എന്താണ്? 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഗിവ് ദി വാല്യൂ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്തികതയുടെ മൂല്യം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് യൂണിറ്ററി ആണെങ്കിൽ, അതായത് ഏകാത്മക ഇലാസ്തിക ചോദനമാണെങ്കിൽ അതിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? യെസ്, ആൻസർ ഇസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ലെ? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏകാത്മക ഇലാസ്തിക ചോദനത്തില് ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിരുന്നു? റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഓർത്തു വെക്കണം. ആ പേര് എപ്പോഴും എക്സാമിന് 1 വേർഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. 2ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? വാല്യൂ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് യൂണിറ്റി ഓർ ഈക്വൽ ടു 1. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ED = 1 ആയിരിക്കും അല്ലേ? പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 2 മാർക്കിനുള്ള 8ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. കൺസിഡർ ദി ഡിമാൻഡ് കർവ് D of P
equal to 10 minus 3p. What is the elasticity at price 2? ഒരു ചോദന ധർമ്മമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 10 മൈനസ് 3p ആണ്. അതായത് d of p ഈക്വൽ ടു 10 മൈനസ് 3p ആണ് എന്ന് കരുതുക. എങ്കിൽ വില 2 ആയാൽ ഇലാസ്തികത എത്രയായിരിക്കും? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഇത്. ഇവിടെ ഡിമാൻഡ് കർവ്, ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ, രേഖീയ ചോദന ധർമ്മം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിമാൻഡ് ഫംഗ്ഷൻ 3 രീതിയിൽ എഴുതാം. ഇവിടെ d of p അങ്ങനെ ചോദിക്കാം, q d എന്ന് ചോദിക്കാം, മറ്റൊരു രീതിയിൽ q എന്നും ചോദിക്കാം. 3 കാര്യങ്ങളും പഠിച്ചു വെക്കണം. ഓക്കെ, ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ നമുക്കറിയാം, a മൈനസ് ബി പി ആണ് അല്ലേ? അത് 3 രീതിയിൽ വരാം. എങ്ങനെയൊക്കെയാണ്? d of p ഈക്വൽ ടു a മൈനസ് ബി പി ഓർ q d ഈക്വൽ ടു a മൈനസ് ബി പി ഓർ q ഈക്വൽ ടു a മൈനസ് ബി പി. ഓക്കെ, ഇവിടെ 3 രീതികളിലും വരാം. 3ഉം ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ d of p ആണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, ചോദന ധർമ്മമാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് 2 ആണെങ്കിൽ, വില 2 ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, വില ഇലാസ്തികത എത്രയായിരിക്കും? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ ഒരു മെത്തേഡ് ആയിരുന്നു ജിയോമെട്രിക് മെത്തേഡ്, ജാമിതീയ രീതി എന്ന് പറയും. ഓക്കെ, അത് പ്രകാരമുള്ള ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇ ഡി ഈക്വൽ ടു മൈനസ് ബി പി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പി. അതാണ് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണ്? d of p ഈക്വൽ ടു 10 മൈനസ് 3p ആണ്. ഇവിടെ p 2 ആണ്, വില 2 ആണ്. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, ഇവിടെ മൈനസ് ബി എത്രയാ? മൈനസ് 3 ആണ്. ഓക്കെ, ഇക്വേഷൻ ഓർമ്മ വേണം, എ മൈനസ് ബി പി ആണ്. മൈനസ് ബിയുടെ പൊസിഷനിൽ നിൽക്കുന്ന ന്യൂമർ സംഖ്യ ഏതാണ്? മൈനസ് 3 ആണ്. ഇവിടെ പി പ്രൈസ് എത്രയാ? 2 ആണ്. എ എന്ന വേരിയബിൾ എത്രയാണ്? 10 ആണ്. എയുടെ സ്ഥാനത്താണ് ഇവിടെ 10 നിൽക്കുന്നത്. ഓക്കെ, ആദ്യം വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചു. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ വരും? മൈനസ് 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 10 മൈനസ് 3 ഇൻറ്റു 2. ഓക്കെ, കൃത്യമായിട്ട് ഓർമ്മ വേണം. മൈനസ് ബി പി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പി. ഇതിൽ ഓരോ വേരിയബിൾ അതിൻ്റെ സ്ഥാനത്ത് സംഖ്യകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? മൈനസ് 6 ഡിവൈഡഡ് ബൈ 10 മൈനസ് 6, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 6 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1.5 ആണ്. മൈനസ് 1.5 ആണ്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇൻ ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വി കൺസിഡർ ഓൺലി ആബ്സല്യൂട്ട് വാല്യൂ. ചോദനത്തിന്റെ വില ഇലാസ്തികതയിൽ നമ്മൾ കേവല മൂല്യം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ മൈനസ് ഉണ്ടാവാൻ പാടില്ല, അതിനെ ഇഗ്നോർ ചെയ്യണം, ഒഴിവാക്കണം. ദെർഫോർ ആൻസർ ഈസ് 1.5 ആണ്. ക്ലിയർ ആണല്ലോ? ആക്ച്വലി ഉത്തരം മൈനസ് 1.5 ആണ്. ബട്ട് അബ്സല്യൂട്ട് വാല്യൂ, കേവല മൂല്യമാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം 1.5 ആണ്, 1.5 ആണ്. ദാറ്റ് മീൻസ് ഇ ഡി ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ? ഇ ഡി 1നേക്കാൾ കൂടുതലാണെങ്കിൽ അത് എന്ത് തരം വില ഇലാസ്തികതയായിരിക്കും? യെസ്, ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ആപേക്ഷിക ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ ഇലാസ്തിക ചോദനമായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അത് എന്ത് തരം വില ഇലാസ്തികതയാണ്, വിച്ച് ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അത് നിങ്ങൾ അവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഉത്തരം കണ്ടുപിടിച്ചു. നെക്സ്റ്റ്
3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. 3 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 3 മാർക്കിനുള്ള ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1 ശ്രദ്ധിച്ചോളൂ. സപ്പോസ് എ കൺസ്യൂമർ ബൈസ് ബണ്ടിൽസ് ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2. ഒരു ഉപഭോക്താവ് സാധനം 1ഉം സാധനം 2ഉം അടങ്ങിയിട്ടുള്ള ഉപഭോഗ ബണ്ടിൽ വാങ്ങിക്കുന്നു. ഹിസ് ഇൻകം ഈസ് ഗിവൺ ആസ് M ആൻഡ് ഇറ്റ് ഈസ് ഫുള്ളി സ്പെൻഡ്. ഉപഭോക്താവിന്റെ വരുമാനം M ആണെന്ന് കരുതുക. അവയുടെ വില P1, P2 എന്നിങ്ങനെയാണെങ്കിൽ ഉപഭോക്താവിന്റെ ബജറ്റ് കൺസ്ട്രെയിന്റ് തയ്യാറാക്കുക. ഇഫ് ദി പ്രൈസ് ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2 ആർ P1 ആൻഡ് P2 റെസ്പെക്റ്റീവ്ലി, സ്റ്റേറ്റ് ദി കൺസ്യൂമേഴ്സ് ബജറ്റ് കൺസ്ട്രെയിന്റ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? കൺസംഷൻ ബണ്ടിൽ, ഉപഭോഗ ബണ്ടിൽ എന്താണെന്ന് നമുക്കറിയാം. കോമ്പിനേഷൻ ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2. സാധനം 1ന്റെയും സാധനം 2ന്റെയും വിവിധ കോമ്പിനേഷനുകൾ അടങ്ങിയതാണ് ഉപഭോഗ ബണ്ടിൽ. M എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം ആണ് അല്ലെ? ഉപഭോക്താവിന്റെ വരുമാനത്തിനെ സൂചിപ്പിക്കുന്നതാണ് M എന്ന ലെറ്റർ. ഇവിടെ കൺസ്യൂമർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വരുമാനം, ഇൻകം ഫുള്ളി സ്പെൻഡ് ചെയ്യുന്നു, മുഴുവനായിട്ട് ചെലവഴിക്കുന്നു. സാധനം 1ന്റെ വില P1 ആണ് അല്ലെ? പ്രൈസ് ഓഫ് ഫസ്റ്റ് കൊമോഡിറ്റി. സാധനം 2ന്റെ വില P2 ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. എങ്കിൽ കൺസ്യൂമേഴ്സ് ബജറ്റ് കൺസ്ട്രെയിന്റ്, ഉപഭോക്താവിന്റെ ബജറ്റ് പരിധി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആൻസർ ഈസ് വി അസ്യൂം ദാറ്റ് ദി കൺസ്യൂമർ ബൈസ് ബണ്ടിൽസ് ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2. ദി കൺസ്യൂമേഴ്സ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ലിമിറ്റഡ് ബൈ ഇസ് ഇൻകം. ഒരു ഉപഭോക്താവ് 2 വസ്തുക്കളുടെ, അതായത് X1, X2 വ്യത്യസ്ത ബണ്ടിലുകൾ വാങ്ങുന്നു എന്ന് കരുതുക. അദ്ദേഹത്തിന്റെ വാങ്ങൽ ശേഷി വരുമാനത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അല്ലെ? ഒരു ഉപഭോക്താവിന്റെ കൺസംഷൻ, ഉപഭോഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വരുമാനമായിട്ട്, ഇൻകമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിൽക്കുന്നത്, ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഗിവൺ ദി പ്രൈസ് ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2 as P1 and P2 respectively and his income as M, consumers budget constraint can be represented as. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 വസ്തുക്കളുടെ വിലകൾ P1, P2 എന്നിവയും അദ്ദേഹത്തിന്റെ കയ്യിലെ വരുമാനം M-ഉം ആണെങ്കിൽ ഉപഭോക്താവിന്റെ ബജറ്റ് കൺസ്ട്രെയിന്റ് അഥവാ ബജറ്റ് പരിധി എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, എങ്ങനെ എഴുതാം അറിയുന്ന കാര്യമാണ്. P1 X1 plus P2 X2 less than or equal to M. എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു M എന്ന് പറഞ്ഞാൽ? കാരണം ഉപഭോക്താവിന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വരുമാനം മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിലോ അതിന് താഴെയും സ്പെൻഡ് ചെയ്യാം. ഓക്കെ, നിലവിലെ കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ, മാർക്കറ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 സാധനങ്ങളുടെയും ഗുഡ് 1, ഗുഡ് 2, സാധനം 1, സാധനം 2, ഈ 2നും വേണ്ടിയിട്ട് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വരുമാനം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും അതിന് അപ്പുറത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, അത് ഓർത്തു വെക്കണം. ഓക്കെ, 500 രൂപ ഉണ്ടെങ്കിൽ 500 രൂപ മുഴുവനായിട്ട് കൺസംഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 500 രൂപയുടെ താഴെ സ്പെൻഡ് ചെയ്യാം. ഒരിക്കലും 500ന്റെ മുകളിൽ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസംഷൻ നടത്താൻ കഴിയില്ല. ഓക്കെ, അത്രമാത്രം ആലോചിച്ച് വെക്കുക. അതാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഒന്നെങ്കിൽ വരുമാനത്തേക്കാൾ താഴെ അല്ലെങ്കിൽ വരുമാനത്തിന് തുല്യം ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നു. ഇതിനെയാണ് ബജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, 3 മാർക്കിനുള്ള രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. മാച്ച് ദി ഫോളോവിങ്, ചേരുംപടി ചേർക്കാനാണ് ചോദ്യം. 2 കോളങ്ങളുണ്ട്, എ ബി കോളങ്ങളാണുള്ളത്. ആദ്യം ഞാൻ എ കോളത്തിലെ കാര്യങ്ങൾ പറയുന്നു. ബജറ്റ് ലൈൻ
ബജറ്റ് രേഖ എന്നും പറയും. ഓർ പ്രൈസ് ലൈൻ, വില രേഖ എന്നും പറയും. സെക്കൻഡ് പ്രൈസ് റേഷ്യോ, വില അനുപാതം. തേർഡ് ഡിമാൻഡ് ഫംഗ്ഷൻ, ചോദന ധർമ്മം. നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് ഐ സി, ഐ സിയുടെ ചെരിവ്. ഐ സി എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗത വക്രം. നെക്സ്റ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വില ഇലാസ്തികത. നെക്സ്റ്റ് ബജറ്റ് കൺസ്ട്രെയിൻഡ്, ബജറ്റ് പരിധി. ലാസ്റ്റ് വൺ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. എ കോളം കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ബി കോളം നോക്കിക്കോളൂ. MRS/XY, MRS എന്ന് പറഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. MRS/XY, XY എന്ന് പറഞ്ഞാൽ എന്താണ്? X1, X2 എന്ന് തന്നെയാണ്, ഓർമ്മ വേണം. രണ്ടും ഒരേ കാര്യമാണ്. X എന്ന് പറഞ്ഞാൽ ഗുഡ് 1 ആണ് അല്ലെ, സാധനം 1 ആണ്. Y എന്ന് പറഞ്ഞാലോ സാധനം 2 ആണ്, ഗുഡ് 2 ആണ്. അപ്പോൾ MRS/XY എന്ന് പറഞ്ഞാലും MRS/X1, X2 എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യമാണ്. ഗുഡ് 1നെ തന്നെയാണ് X എന്ന് പറയുന്നത്, ഗുഡ് 2വിനെ തന്നെയാണ് Y എന്ന് പറയുന്നത്. ഓർമ്മ വേണം. ക്ലിയർ ആണോ? പി കോളത്തിലെ നെക്സ്റ്റ് കാര്യം ശ്രദ്ധിച്ചോളൂ. P1X1 പ്ലസ് P2X2 ഈക്വൽ ടു M. തേർഡ് മൈനസ് P1 ബൈ P2. നെക്സ്റ്റ് ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P ഡിവൈഡഡ് ബൈ Q. നെക്സ്റ്റ് Q ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് P. നെക്സ്റ്റ് MRS/XY ഈക്വൽ ടു മൈനസ് P1 ബൈ P2. ലാസ്റ്റ് വൺ P1X1 പ്ലസ് P2X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ടേബിൾ കൃത്യമായിട്ട് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിളാണ്. 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എല്ലാവരും ടേബിൾ ശ്രദ്ധിക്കുക. ആൻസറിലേക്ക് കടക്കാം. ഫസ്റ്റ് ബജറ്റ് ലൈൻ, ബജറ്റ് രേഖ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ എന്ന് പറയും. മാച്ച് ചെയ്യുന്ന ബി കോളം ഏതാണ്? P1X1 പ്ലസ് P2X2 ഈക്വൽ ടു M ആണ്. ബജറ്റ് ലൈനിന്റെ ഇക്വേഷൻ P1X1 പ്ലസ് P2X2 ഈക്വൽ ടു M ആണ്. അറിയാലോ, ഓരോ വേരിയബിൾസും എന്താണെന്ന് നമുക്കറിയാം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. P1 അറിയാം, X1 അറിയാം, P2 അറിയാം, X2 അറിയാം. അതുപോലെ M അതും എന്താണെന്ന് അറിയാം. ഇനി അടുത്തത് പ്രൈസ് റേഷ്യോ, വില അനുപാതം. പ്രൈസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൈനസ് P1 ബൈ P2 കണ്ടുപിടിച്ചു. തേർഡ് ഡിമാൻഡ് ഫംഗ്ഷൻ, ചോദന ധർമ്മം. എങ്ങനെ എഴുതാറ്? Q ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് P. ഓക്കെ. നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് IC, ICയുടെ ചരിവ്, നിസ്സംഗതാ വക്രത്തിന്റെ ചരിവ്. അതിനെ എന്താണ് പറയുന്നത്? യെസ്, MRS/XY, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അപജയ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് ആണല്ലോ. അതെ. നെക്സ്റ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വില ഇലാസ്തികത. മാച്ച് ചെയ്യുന്ന ബി കോളം ഏതാണ്? യെസ്, ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P ഡിവൈഡഡ് ബൈ Q. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. നെക്സ്റ്റ് ബജറ്റ് കൺസ്ട്രെയിൻഡ്, ബജറ്റ് പരിധി. മാച്ച് ചെയ്യുന്ന ബി കോളം P1X1 പ്ലസ് P2X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ആണ്. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ലാസ്റ്റ് വൺ കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം, ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. മാച്ച് ചെയ്യുന്ന ബി കോളം MRS/XY ഈക്വൽ ടു മൈനസ് P1 ബൈ P2 അല്ലെ, കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം ഓർ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം ചോയ്സ് എന്നും പറയും. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. ദാറ്റ് ഈസ് ഇൻ ദി കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം ദി സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈനിന്റെ ചെരിവും നിസ്സംഗതാ വക്രത്തിന്റെ ചെരിവും തമ്മിൽ തുല്യമാകണം. ഇവിടെ നിസ്സംഗതാ വക്രത്തിന്റെ ചരിവ് എന്താണ്? MRS/XY ആണ്. ബജറ്റ് ലൈനിന്റെ ചരിവ് എന്താണ്? പ്രൈസ് റേഷ്യോ അല്ലെ. ബജറ്റ് ലൈനിന്റെ ചരിവിനെ, സ്ലോപ്പിനെ പറയുന്നതാണ് പ്രൈസ് റേഷ്യോ.
പ്രൈസ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? -P1/P2. ഓക്കെ, അപ്പോൾ MRS XY ഈക്വൽ ടു -P1/P2. ക്ലിയർ ആണല്ലോ? പഠിച്ചു. ഈ ടേബിളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട്. എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. 3 മാർക്കിനുള്ള മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഗിവൺ ബിലോ ആൻ ഇൻഡിഫറൻസ് കർവ്. താഴെ ഒരു നിസ്സംഗത വക്രമാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാം. എക്സ് ആക്സിസിൽ ഗുഡ് 1 സാധനം 1 ആണ്, y ആക്സിസിൽ ഗുഡ് 2 ആണ്. എല്ലാം നമുക്ക് അറിയുന്ന ബേസിക്സ് ആണ്, അതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണം. ഡയഗ്രാം വരയ്ക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്താണ്? കോൺവെക്സ് ടു ദി ഒറിജിൻ. ഒറിജിനിലേക്ക് കോൺവെക്സ് ആകൃതിയാണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, A, B, C, D. ഈ പാറ്റേണിൽ ഒരു ചോദ്യം എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്നാണ്. ഈ പാറ്റേണിലെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 പോയിന്റ്സ് ഇൻഡിഫറൻസ് കർവിൽ തന്നെയാണ് നിൽക്കുന്നത്, A ആൻഡ് B. C എന്ന പോയിന്റ് ഇൻഡിഫറൻസ് കർവിന്റെ പുറത്താണ്, അല്ലെ? ബിയോണ്ട് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗത വക്രത്തിന്റെ പുറത്താണ് നിൽക്കുന്നത്. ആൻഡ് പോയിന്റ് D ഈസ് ബിലോ ഇൻഡിഫറൻസ് കർവ്. നിസ്സംഗത വക്രത്തിന്റെ താഴെയാണ് D എന്ന പോയിന്റ് നിൽക്കുന്നത്. ഇവിടെ സബ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. സബ് ക്വസ്റ്റ്യൻ 1, സ്റ്റേറ്റ് ദി മീനിങ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ്. നിസ്സംഗത വക്രം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, നിർവചിക്കുക. അതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ആൻഡ് സബ് ക്വസ്റ്റ്യൻ 2, ഐഡന്റിഫൈ ദി പോയിന്റ്സ് A, B, C ആൻഡ് D ഓൺ ദി IC. A, B, C ആൻഡ് D എന്നീ പോയിന്റുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എഴുതുക. ഈ 2 ചോദ്യങ്ങൾക്കാണ് മുകളിൽ തന്നിട്ടുള്ള ഡയഗ്രത്തിൽ നിന്നും നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നമുക്ക് അറിയാം. ഇറ്റ് ഈസ് ദി ലോക്കസ് ഓഫ് വേരിയസ് ഓർ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് 2 commodities or 2 goods which gives same maximum level of satisfaction to the consumer. ഒരു ഉപഭോക്താവിന് തുല്യവും പരമാവധി സംതൃപ്തി ലഭിക്കുന്നതുമായ 2 വസ്തുക്കളുടെ വിവിധ സംയോഗങ്ങൾ അല്ലെങ്കിൽ വിവിധ കോമ്പിനേഷനുകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു വക്രമാണ് നിസ്സംഗത വക്രം. നിസ്സംഗത വക്രവും അതുപോലെ ഐസോകോണ്ട്, ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. രണ്ടും ഓർമ്മ വേണം. രണ്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മീനിങ് വളരെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നമുക്ക് അറിയാം. ഇൻ അതർ വേർഡ്സ്, ആൻ ഇൻഡിഫറൻസ് കർവ് ജോയിൻസ് ഓൾ ദി പോയിന്റ്സ് റെപ്രസെന്റിംഗ് ബണ്ടിൽ വിച്ച് ആർ കൺസിഡേർഡ് ഇൻഡിഫറൻറ്റ് ബൈ ദി കൺസ്യൂമർ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിസ്സംഗത വക്രം എന്നത് ഒരു ഉപഭോക്താവിന് പ്രത്യേക ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നുമില്ലാത്ത ബണ്ടിലുകളാണ്. എന്ന് വെച്ചാൽ ഇൻഡിഫറൻസ്, നിസ്സംഗതൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമർക്ക് ഒരുപാട് ബണ്ടിലുകൾ മുന്നിലുണ്ട് എന്ന് കരുതുക. അദ്ദേഹത്തിന് ഒന്നിനോട് പ്രത്യേക ഇഷ്ടക്കൂടുതലോ എന്നാൽ മറ്റൊന്നിനോട് ഇഷ്ടക്കുറവോ ഇല്ല. എല്ലാത്തിനോടും ഒരേ ഇഷ്ടമാണുള്ളത്, ഒരേ പ്രിഫറൻസ്, ഒരേ മുൻഗണനയാണ് ഉള്ളത്. പ്രത്യേകം ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല, ഇൻഡിഫറൻസ് ആണ്, നിസ്സംഗതനാണ്. വാക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഇതിന്റെ മീനിങ് പറയാം. ദാറ്റ് ഈസ് ഇൻഡിഫറൻസ് കർവ് ജോയിൻസ് ഓൾ ദി പോയിന്റ്സ് റെപ്രസെന്റിംഗ് ബണ്ടിൽസ് വിച്ച് ആർ കൺസിഡേർഡ് ഇൻഡിഫറൻറ്റ് ബൈ ദി കൺസ്യൂമർ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിസ്സംഗത വക്രം എന്നത് ഒരു ഉപഭോക്താവിന് പ്രത്യേക ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നുമില്ലാത്ത ബണ്ടിലുകളാണ്. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഇവിടെ 4 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ പോയിന്റുകളും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുക. അതാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. പോയിന്റ് എ നോക്കിക്കേ, കാണാം ഇൻഡിഫറൻസ് കർവിലാണ് നിൽക്കുന്നത്, അല്ലെ? ICയിലാണ് നിൽക്കുന്നത്. പോയിന്റ് ബിയോ
അതും ICയിലാണ് നിൽക്കുന്നത്. IC എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സെയിം മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ? തുല്യവും പരമാവധി സംതൃപ്തിയും അതിനെ കാണിക്കുന്നതാണ് IC. അപ്പോൾ പോയിന്റ് A ആൻഡ് B ഷോസ് പ്രിഫേർഡ് ബണ്ടിൽ. ദാറ്റ് ഈസ് പോയിന്റ് A ആൻഡ് B ഷോസ് പ്രിഫേർഡ് ബണ്ടിൽ. ഈ രണ്ട് പോയിന്റുകളും എന്തിനെ സൂചിപ്പിക്കുന്നു? ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ, തുല്യ സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു. ഓക്കെ, സുപ്പീരിയർ ബണ്ടിൽ, മേന്മ കൂടിയ ബണ്ടിലാണ് പോയിന്റ് C. പക്ഷേ അത് നമുക്ക് കിട്ടില്ല, കാരണം അതിന് മാത്രമുള്ള വരുമാനം നമ്മുടെ കയ്യിൽ ഇല്ല. അത് സുപ്പീരിയർ ബണ്ടിലാണ്, മേന്മ കൂടിയ ബണ്ടിലാണ്, പക്ഷേ അത് നമുക്ക് കിട്ടില്ല. നിസ്സംഗത വക്രത്തിന്റെ പുറത്താണത് നിൽക്കുന്നത്. പോയിന്റ് D ഷോസ്. D എന്ന പോയിന്റ് എന്തിനെയാണ് കാണിക്കുന്നത്? ഇൻഫീരിയർ ബണ്ടിലാണ്. എന്ന് വെച്ചാൽ നിസ്സംഗത വക്രത്തിന്റെ താഴെയാണ് നിൽക്കുന്നത്, മേന്മ കുറഞ്ഞ ബണ്ടിലാണ്, അല്ലെങ്കിൽ തരം താണ ബണ്ടിലാണ് പോയിന്റ് D എന്ന് പറഞ്ഞാൽ. ഈ ഒരു ചോദ്യം എക്സാമിന് വരുന്ന ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം കൂടെയാണ്. ഓക്കെ, 4 പോയിന്റ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഡിമാൻഡ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ദെൻ മാച്ച് ദ ഫോളോവിങ്, അതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാച്ച് ദ ഫോളോവിങ് ആണ് ഡിസ്കസ് ചെയ്തത്. ദെൻ ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗത വക്രത്തെ കുറിച്ച് പഠിച്ചു. അതിൽ ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ട് അതിലെ അടയാളപ്പെടുത്തിയ 4 പോയിന്റ്സുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.